സയനൈഡ് ജോളിക്ക് മുൻപേ കുടുംബാംഗങ്ങളെ മുഴുവൻ കൂട്ടക്കുരുതി നടത്തി കുപ്രസിദ്ധി ആർജിച്ച ഒരു വനിതയുണ്ടായിരുന്നു. അവരുടെ പേരാണ് ലൂസി. സയനൈഡ് ജോളിയെ പോലെ തന്നെ ഇവരും ഇടുക്കി സ്വദേശിനിയായിരുന്നു. കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ട് തൂക്കുകയറിന് വിധിക്കപ്പെട്ട സ്ത്രീ എന്ന വിശേഷണത്തിന് അർഹയും ഈ ലൂസിയായിരുന്നു. നമുക്ക് ലൂസിയുടെ ജീവിതത്തിലേക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും സ്ത്രീകൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ സമൂഹം വല്ലാത്ത ഭീതിയോടെയാണ് കാണുന്നത്. എന്നാൽ സ്ത്രീകൾ മിക്കവാറും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് നിരന്തരമായ അവഗണന, തിരസ്കരണം, ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങൾ എന്നിവ നിമിത്തമാണ്. സ്ത്രീധന പീഡനങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് സ്ത്രീകൾ ഇന്നും ആത്മഹത്യയിൽ അഭയം തേടാറുണ്ട്. എന്നാൽ ചുരുക്കം ചില ആളുകളാവട്ടെ തങ്ങളെ മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിക്കുന്ന വ്യക്തികളെ കൊന്നുകളയാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തും. ഇങ്ങനെ സ്ത്രീധന പീഡന നിമിത്തവും നിരന്തരമായ ശാരീരിക മാനസിക പീഡനം, മർദ്ദനം, അവഗണന, തിരസ്കരണം ഇത്യാദി കാരണങ്ങളാൽ തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാനായിട്ട് തീരുമാനിച്ച ഒരു സ്ത്രീയായിരുന്നു ലൂസി. ലൂസിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഭർത്താവ് നാട്ടിലെ ഒരു അധ്യാപകനായിരുന്നു. വളരെ മാന്യനായ ഒരു വ്യക്തി. ആളുകളുടെ കാഴ്ചപ്പാടിൽ, അതായത് പുറമേയുള്ള എല്ലാ വ്യക്തികളോടും സഹപ്രവർത്തകരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുതലോടെയും പെരുമാറുന്ന പ്രൊഫഷണൽ ജീവിതത്തിൽ അങ്ങേയറ്റം വിജയിച്ച ഒരു വ്യക്തിയായിരുന്നു ലൂസിയുടെ ഭർത്താവായ ജോസഫ് സർ. എന്നാൽ വ്യക്തി ജീവിതത്തിൽ ഇയാൾ ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. യാതൊരു മനസാക്ഷിയോ കരുണയോ ഇല്ലാത്തവനുമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ലൂസിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ജോസഫ് സാറ് വിവാഹിതനായിരുന്നു. ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് ജോസ്, ലൂക്ക എന്ന 2 മക്കളും ഉണ്ടായിരുന്നു. മൂത്ത മകന് 9 വയസ്സും ഇളയ മകന് 2 വയസ്സും പ്രായമുള്ളപ്പോഴാണ് ഇദ്ദേഹം ലൂസി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ കൂട്ടുന്നത്. പക്ഷേ രണ്ടാം ഭാര്യയായ ലൂസിയോട് ഇയാൾക്ക് ഒരുതരം പുച്ഛമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ആദ്യത്തെ ഭാര്യയോടും കുടുംബക്കാരോടുമുള്ള ആ ഒരു ഇഷ്ടം ഇല്ലെങ്കിൽ ബഹുമാന കൂടുതലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയായിട്ട് മാറുകയും ചെയ്തു. എന്നാൽ ജോസഫ് സാറ് മറന്നുപോയ ഒരു കാര്യമുണ്ടായിരുന്നു. 2 മക്കളുള്ള വിഭാര്യനായ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ അവിവാഹിതയായ ഒരു സ്ത്രീ തീരുമാനിക്കുകയും തൻ്റെ മക്കളെ രണ്ടാനമ്മ പോലില്ലാതെ വളർത്തുകയും ചെയ്യുമ്പോൾ ആ സ്ത്രീയോട് കാണിക്കേണ്ട കരുതലോ ബഹുമാനമോ സ്നേഹമോ പരിഗണനയൊന്നും ഇയാൾ നൽകിയില്ല എന്ന് മാത്രമല്ല, വേലക്കാരിയെ പോലെ കരുതുകയും അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ജോസഫ് സാറിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജ്യേഷ്ഠനായ ജോസഫ് ഇവരോട് പെരുമാറുന്ന വൃത്തികെട്ട രീതികൾ ഇയാൾ കണ്ടുകൊണ്ടാണ് എല്ലാ ദിവസവും ഇരുന്നത്. ഒപ്പം അതുകൊണ്ട് തന്നെ ഈ ജോസഫ് സാറിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ ലൂസിയോട് ഇയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അയാളുടേതായ ചില പ്രത്യേക ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും നടത്തിയെടുക്കുവാനായിട്ട് ഇയാൾ പുള്ളിക്കാരിയെ സമീപിച്ചിരുന്നു എന്നും ചില വാർത്തകൾ അക്കാലങ്ങളിൽ അവിടെ ഇവിടെയുമൊക്കെ പ്രചരിച്ചിരുന്നു. കാര്യം എന്ത് തന്നെയാണെങ്കിലും ജോസഫ് സാറ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവരുടെ ഈ സഹോദരൻ ലൂസിക്ക് അന്യ ആളുകളുമായിട്ട് ബന്ധമുണ്ട്, അപരിചിതരുമായിട്ട് സംസാരിക്കുന്നു, അതായത് അന്യ പുരുഷന്മാരുമായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് എരിവ് കയറ്റി ഈ സ്ത്രീയെ തല്ലിപ്പിക്കുന്നത് ഒരു വിനോദമായിട്ട് കൊണ്ടു നടക്കുകയും ഇത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജോസഫിൻ്റെ സഹോദരൻ. സഹോദരൻ പറയുന്ന വാക്കുകൾ എന്ത് തന്നെയാണെങ്കിലും അതൊരു വേദവാക്യം പോലെ സ്വീകരിച്ച് ഭാര്യയോട് അവരുടെ വശങ്ങൾ കേൾക്കാൻ ഒരു മനസ്സും കാണിക്കാതെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുക എന്നത് ഇയാളുടെ സ്ഥിരം ശീലമായിരുന്നു. സഹി കെട്ടിട്ട് ഒരു ദിവസം ലൂസിയുടെ സഹോദരനെ വീട്ടിലെത്തുകയും തൻ്റെ പെങ്ങളെ ഇതുപോലെ ഇനി മർദ്ദിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ശേഷി കുറവായ ഒരു കാരണം കൊണ്ട് തന്നെ ജോസഫ്
ലൂസിയുടെ സഹോദരനെയും അതികഠിനമായിട്ട് മർദ്ദിച്ച് അവശനാക്കി അയാൾ തിരികെ സ്വന്തം വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ലൂസിയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച കാര്യം ഭർത്താവിൻ്റെ അവഗണന, ശാരീരികവും മാനസികവുമായ പീഡനം, മാത്രമല്ല ആദ്യത്തെ ഭാര്യയിലുള്ള മക്കള് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന് ചിരിക്കുകയും ചെയ്യും. ഈ പരിഹാസം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ഈ ലൂസി വിവാഹം കഴിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു, 9 വയസ്സും 2 വയസ്സും മാത്രമല്ല കുട്ടികളുടെ പ്രായം. ഈ കുട്ടികളെ വളർത്തി വലുതാക്കാൻ ആ സ്ത്രീ ഒരുപാട് കഷ്ടപ്പെട്ടു. മാത്രമല്ല രണ്ടാനമ്മ പോരെ അവരെ എടുത്തിട്ടില്ല. അവരെ സഹനത്തിൻ്റെ അങ്ങേയറ്റം കടന്നുപോയി ഈ കുട്ടികളെ വളർത്തിയിട്ടും അവരിൽ നിന്ന് തിരിച്ച് ഒരു നന്ദി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇവരെ വെറുതെ വേലക്കാരിയെ പോലെ കണക്കാക്കി അപ്പൻ്റെ മർദ്ദനത്തിന് അല്ലെങ്കിൽ അപ്പൻ്റെ സഹോദരൻ്റെ വാക്കുകൾക്കൊക്കെ ചെവി ഓർത്ത് ഇവരിങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ലൂസി സഹി കെട്ടിട്ട് ഒരു തീരുമാനമെടുത്തു, ഈ ഭർത്താവിനെയും ഇതിലെ അയാളുടെ 2 മക്കളെയും കൊന്ന് കളയുക, അല്ലാണ്ട് ഇനി ജീവിതം മുന്നോട്ട് പോയിട്ട് കാര്യമേ ഇല്ല എന്ന്. അപ്പോൾ ലൂസിക്കും ഇതിനിടയിൽ സ്വന്തമായിട്ട് 2 മക്കൾ പിറന്നിരുന്നു. പൈസ് എന്ന പേരുള്ള ഒരു 8 വയസ്സുകാരനും 1.5 വയസ്സുകാരിയായ ബീനയും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തൻ്റെ മക്കളെയും കൊണ്ട് രക്ഷപ്പെടണമെന്ന് ലൂസി ചിന്തിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് അവർക്ക് അതിനുള്ള ഒരു അവസരം കൈവരുന്നത്. ഒരു ദിവസം സ്കൂളിലെ അധ്യാപകർ എല്ലാവരും കൂടെ കുട്ടികളെയുമായിട്ട് പിക്നിക്കിന് പോകുവാനായിട്ട് തീരുമാനിച്ചു. ഹെഡ് മാസ്റ്ററായ ജോസഫ് ലൂസിയിലെ പിറന്ന തൻ്റെ മകൻ പൈസിനെ കൂടെ കൂടി ഇവരെല്ലാവരും കൂടെ അന്ന് മലമ്പുഴയ്ക്കാണ് പോയത്. മലമ്പുഴയ്ക്ക് പോയതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്ന് മലമ്പുഴയ്ക്ക് വലിയ അകലമൊന്നുമില്ല. രാവിലെ പോയിട്ട് വൈകിട്ട് വീട്ടിൽ തിരിച്ചു വരാം. അങ്ങനെ വൈകിട്ട് താമസിച്ച് വന്ന ജോസഫ് തങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് വന്നതെന്നും ഭയങ്കര ക്ഷീണ കിടക്കാൻ പോവുകയാണ് എന്നും ലൂസിയോട് പറഞ്ഞു. ഒപ്പം ഒരു ചോദ്യം ചോദിച്ചു, മറ്റേ കുട്ടികൾ എവിടെ എന്ന. അവർ ഭക്ഷണമൊക്കെ കഴിച്ചു, നേരത്തെ കിടന്നുറങ്ങിയെന്ന് ലൂസി പറയുകയും ചെയ്തു. എന്നാൽ ലൂസി ചെയ്തത് ഇതൊന്നും ആയിരുന്നില്ല. ഉറങ്ങിക്കിടന്ന ജോസഫ് സാറിനെ കണ്ടം തുണ്ടമായിട്ട് അവർ വെട്ടി. അതായത് ഓവർ കില്ലിങ് എന്ന് പറയും. ഈ ജോസഫ് സാറിനോടുള്ള കലിപ്പ് മുഴുവനും ഇവര് ജോസഫ് സാറിൻ്റെ ശരീരത്തിൽ തീർത്തു. ആദ്യമായിട്ട് അവർ ചെയ്തത് ഒരു കോടാലി എടുത്ത് ജോസഫ് സാറിൻ്റെ തലക്കടിക്കുകയാണ്. തലയ്ക്ക് ഒന്നല്ല ആഞ്ഞാഞ്ഞടിച്ചു, തലച്ചോറ് പൊട്ടിച്ചിതറി. അങ്ങനെ ജോസഫ് സാറ് മരിച്ചു. പിന്നീട് ആ കലിപ്പ് തീരാഞ്ഞിട്ട് വാക്കത്തി എടുത്ത മുഖം മുഴുവൻ വെട്ടി അരിഞ്ഞങ്ങ് കളഞ്ഞു. അതായത് മുഖം തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ ജോസഫ് സാറ് കിടന്നുപോയത്. അപ്പോൾ ഈ അടുത്ത് കിടക്കുന്ന സ്വന്തം മോനുണ്ട് പൈസ, ലൂസിയിൽ പിറന്ന മകൻ. അവരുടെ ആഗ്രഹം ഭർത്താവിനെ അവരുടെ ആദ്യത്തെ ഭാര്യയിലെ മക്കളെയും കൊല്ലുക എന്ന് മാത്രമാണ്. പക്ഷേ ഈ ശബ്ദം കേട്ടുണർന്ന പൈസന് എന്തോ പന്തികേട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവുകയും അവൻ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പുറത്താകുമെന്ന് ലൂസിക്ക് മനസ്സിലായി. ആ ഒരു സമയത്തുള്ള ടെൻഷൻ കാരണം അല്ലെങ്കിൽ സംഭവം പുറത്തറിയരുത് എന്ന ഒരു ധാരണ നിമിത്തം തലയ്ക്ക് ഒരു അടി കൊടുത്തു. ആ മകന്, അതായത് ലൂസിയുടെ സ്വന്തം മകനും മരിച്ചു. ഇവർ ചെയ്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസഫ് സാറും പൈസ കൂടെ മലമ്പുഴയ്ക്ക് പോയ ഒരു സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഉറങ്ങിക്കിടന്നിരുന്ന ആ 2 മക്കളെയും കോടാലിക്കടിച്ച് കൊന്നുകളയുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കുട്ടികളുടെ ഡെഡ് ബോഡി എടുത്ത് വീടിൻ്റെ പുറത്ത് ഇവർ കാന വെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കാനയുടെ സമീപത്ത് കൊണ്ടുപോയി വെച്ച് കുറച്ച് വൈക്കോലും ഇട്ട് മണം പുറത്തു വരാതെ മൂടി വെക്കുകയാണ് ചെയ്തത്. ജോസഫ് സാർ ഈ കാര്യം അറിയാതെയാണ് രാത്രിക്ക് വന്നത്. അയാൾ കിടന്നുറങ്ങി. അയാളെ സമാനമായ രീതിയിൽ ഇവർ കൊന്നു. ശവം വലിച്ചഴിച്ച്, പിന്നെ കൊല്ലാൻ പ്ലാൻ ഇല്ലെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കൊന്നുകളയേണ്ട സ്വന്തം മകനായ പൈസിൻ്റെ ശരീരം വലിച്ചഴിച്ച് ഈ കാനയുടെ സമീപത്ത് കൊണ്ടുവന്നിട്ട് വൈക്കോല് കൊണ്ട് മൂടി വെക്കുകയും ചെയ്തു. ഇതിനെല്ലാം ശേഷം പരിഭ്രമിച്ചു പോയ ലൂസി തൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ച, കട്ടിലെല്ലാം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടി നിലത്ത് വീണ് കിടക്കുന്നതും കുട്ടിക്ക് ശ്വാസമില്ലാത്തതുമായ ഒരവസ്ഥയാണ് എന്നാണ് അവർ പോലീസുകാരോട് പറഞ്ഞത്. പക്ഷെ അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് അറിയില്ല. കാരണം ഇവരെ 4 പേരെ കൊന്ന സ്ഥിതിക്ക്, ജോസഫ് സാറ്, ഇളയ മകന്, മൂത്ത 2 കുട്ടികൾ, അപ്പം 4 പേരെ കൊന്ന സ്ഥിതിക്ക് ഈ കുട്ടിയെ ഇവർ കൊന്നതാണ് എന്ന തരത്തിലാണ് പോലീസുകാരെ ചോദ്യം ചെയ്യലൊക്കെയും ആരംഭിച്ചത്.
അവർ പറയുന്നത് കുട്ടി കട്ടിൽ നിന്ന് താഴെ വീണു, താൻ നോക്കുമ്പോൾ ബോധമില്ല, ഒരിക്കലും താൻ തൻ്റെ ഈ കുട്ടിയെ കൊല്ലില്ല, അതായത് പൈസനെ പോലും മനസ്സായിട്ടല്ല കൊന്ന്, ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊല്ലേണ്ടതായിട്ട് വന്നതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ വാർത്ത പുറത്തേക്ക് വന്ന സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1968 ഫെബ്രുവരി 9 നമ്മുടെ ലൂസി അതിരാവിലെ ഇടവ പള്ളിയിലേക്ക് കയ്യിലൊരു എയർ ബാഗുമായിട്ട് ചെല്ലുമ്പോഴാണ്. കയ്യിൽ എയർ ബാഗുമായിട്ട് ചെന്ന ലൂസി ആ ബാഗ് ഇടവ പള്ളിയിലെ വികാരിച്ചിൻ്റെ റൂമിൽ വെക്കുകയും അതിനുശേഷം മരിച്ചവർക്കുള്ള കുർബാന ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മരിച്ചവർക്കുള്ള കുർബാനയുടെ ഫീസ് അക്കാലത്ത് 4 രൂപ 25 പൈസയായിരുന്നു. ഈ 4 രൂപ 25 പൈസ ഇവർ പേഴ്സ് തുറന്ന് അച്ഛന് എടുത്തു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അച്ഛൻ ശ്രദ്ധിക്കുന്നത്, പേഴ്സ് നിറയെ ഇങ്ങനെ നോട്ടുകൾ കെട്ടുകെട്ടായിട്ട് അടുക്കി വയ്ക്കുന്നു. സാധാരണ ഇതിൽ അത്രയും തുക ഒരു സ്ത്രീ അക്കാലത്ത് കൈകാര്യം ചെയ്യാറില്ല. അപ്പോൾ ഇതുപോലെ പൈസ പേഴ്സിൽ ഇരിക്കുന്ന കണ്ട് അച്ഛൻ ലൂസിയോട് ചോദിച്ചു, അല്ല ലൂസി, എന്താണ് ഇത്രയും പൈസയും കൊണ്ട് നടക്കുന്നത്? ഇത്രയും പൈസ കൊണ്ടു നടക്കുന്നത് സുരക്ഷിതമല്ല എന്ന് അറിഞ്ഞുകൂടെ എന്ന്. ഉടനെ ലൂസി പറഞ്ഞു, അച്ഛോ വീട്ടിലാരുമില്ല. അപ്പോൾ ജോസഫ് സാർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പള്ളിയുടെ തന്നെ സമീപത്തുള്ള സ്കൂളാണ് പുറപ്പുഴയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ. അപ്പോൾ ജോസഫ് സാർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ജോസഫ് സാറിന് സുഖമില്ലാതെ ആശുപത്രിയിലാണ്, താൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുകയും ഈ എയർ ബാഗ് അവിടെ വെച്ചു. ലോക്ക് ചെയ്ത എയർ ബാഗാണ്, അതിൻ്റെ കീ അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, അച്ഛോ ഞാൻ പോയതിന് ശേഷം അച്ഛൻ ഈ ബാഗ് തുറക്കാവുള്ളൂ കേട്ടോ എന്ന് പലതവണ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇവരുടെ മുഖത്ത് ഒരു കൊലപാതകം ചെയ്ത സ്ത്രീയാണല്ലോ, സ്വാഭാവികമായിട്ട് അവരുടെ മുഖത്തുള്ള ടെൻഷനും പരിഭ്രമവും ഒരു അസ്വസ്ഥതയൊക്കെ കണ്ടപ്പോൾ അച്ഛൻ എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ ലൂസി പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും ലൂസി നിൽക്ക്, ബാഗിൽ എന്താണെന്ന് ഞാൻ തുറന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുകയും അച്ഛന് പള്ളിയിലുണ്ടായിരുന്ന സഹായത്തിനൊക്കെ ആയിട്ട്, നമുക്കറിയാം സാധാരണ രീതിയിൽ പള്ളിയിൽ കുശിനിക്കാരന്, കൈക്കാരന്, അങ്ങനെ സഹായത്തിനൊക്കെ ആയിട്ട് കുറച്ച് പേര് എപ്പോഴും കാണും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വിളിക്കുകയും അവർ ഈ ബാഗ് തുറന്നു നോക്കുകയും ചെയ്തു. ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഇവർ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഈ ബാഗിനകത്തുള്ളത് ലൂസിയുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ബീന എന്ന കുട്ടിയുടെ ഡെഡ് ബോഡിയാണ്. അത് ബാഗിനകത്ത് ഇങ്ങനെ ഒടിച്ച് നുറുക്കി കുത്തി തിരികെ വെച്ചേക്കുക. എന്നിട്ട് ഒത്തിരി പൗഡർ ഇട്ടിട്ടുണ്ട് ദുർഗന്ധം വരാതെ. അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ടാണ് അച്ഛന് പോലീസിലേക്ക് വിവരം അറിയിക്കുന്നത്. എന്നിട്ട് അപ്പോഴേക്കും പോലീസൊക്കെ വന്നു, എന്താണ് സംഭവം നടന്നത് എന്നൊക്കെ ലൂസിയോട് ചോദിച്ചു. അപ്പോൾ ജോസഫ് സാറ് 2 ദിവസമായിട്ട് സ്കൂളിൽ വരാറില്ല എന്നുള്ള ഒരു കാര്യം ആ ഒരു സമയത്താണ് അച്ഛനും ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും തിരിച്ചറിഞ്ഞത്. അപ്പോൾ കുട്ടികളെ കൊണ്ട് മലമ്പുഴയ്ക്ക് പോയി. പിറ്റേ ദിവസം ടീച്ചേഴ്സ് എല്ലാം സ്കൂളിൽ വന്നു. പക്ഷേ സ്കൂൾ തുറക്കേണ്ട ഹെഡ് മാസ്റ്ററായ ജോസഫ് സാർ എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ അക്കാലത്ത് ഇല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ജോസഫ് സാർ തന്നെ സ്കൂൾ ആദ്യമേ വന്ന് തുറക്കുകയും എല്ലാവരും പോയതിന് ശേഷം പുള്ളി തന്നെ സ്കൂൾ അടച്ച് താക്കോലും കൊണ്ട് വീട്ടിൽ പോവുകയാണ് പതിവ്. അപ്പോൾ ജോസഫ് സാറിനെ കാണാത്തപ്പം ടീച്ചേഴ്സ് എല്ലാം ഓർത്തു, ഇന്നലെ മലമ്പുഴയ്ക്ക് പോയതല്ലേ, അതിൻ്റെ ക്ഷീണം കാരണം കിടന്നുറങ്ങിക്കാണും, ഇന്ന് വല്ല ലീവ് ആയിരിക്കുമെന്നാണ് അവർ ചിന്തിച്ചത്. ഇപ്പോൾ ടീച്ചേഴ്സ് സ്വാഭാവികമായ രീതിയിൽ വീട്ടിൽ ചെല്ലുകയും ലൂസിയോട് ചോദിക്കുകയും ചെയ്തു, സാർ എന്തെന്നാണ് പറഞ്ഞു, സാറിന് സുഖമില്ല, പനിയാണ്, ഹോസ്പിറ്റലിൽ പോയതാണ്, ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും വരും, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ തരാനായിട്ട് സാർ ഏൽപ്പിച്ച താക്കോലാണ് എന്ന് പറഞ്ഞ് ഈ ലൂസി ആദ്യ ദിവസം താക്കോൽ കൊടുത്തു വിട്ടു. പിറ്റേ അപ്പം വൈകിട്ട് അവർ സ്കൂളൊക്കെ അടച്ചു. അവർ വന്ന് പറഞ്ഞു, അല്ല സാർ ഉച്ചയ്ക്ക് വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല സാർ ഉച്ചയ്ക്ക് വന്നില്ല, ഇത്തിരിയുടെ ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവർ താക്കോൽ വാങ്ങി വീട്ടിൽ വെച്ചു. പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അന്ന് ഈ വീട്ടിലേക്ക് താക്കോൽ വാങ്ങുവാനായിട്ട് ചെയ്യുന്നത് ഒരു അധ്യാപകനാണ്. അധ്യാപകൻ ചെന്നപ്പോൾ വീട്ടിലാരുമില്ല. തലേദിവസം വീട്ടിൽ ആളുണ്ടായിരുന്നു, പിറ്റേ ദിവസം വീടില്ല, ആളെ ഇല്ല, വീടും പൂട്ടിയിട്ടിരിക്കാം. അപ്പോൾ ഈ അധ്യാപകൻ അയൽക്കാരോടൊക്കെ ചോദിച്ചു, ഇവിടെ ആരുമില്ല എന്ന് ചോദിച്ചപ്പോൾ അയൽവാസി പറഞ്ഞു, ശരിയാണല്ലോ, അവിടെ ആരും കാണുന്നില്ല, 2 ദിവസമായിട്ട് പിള്ളേരെയും പുറത്ത് കണ്ടില്ല എന്ന് പറഞ്ഞു. ഇവർ അന്നത്തെ കാലത്ത് 68 കാലഘട്ടമാണ്. അപ്പോൾ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആരും ഇല്ലയെന്ന് മനസ്സിലാക്കി വന്ന അധ്യാപകൻ സ്കൂളിലേക്ക് തിരിച്ചു പോയി. സ്കൂൾ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് വന്ന അധ്യാപകരും എല്ലാവരും വീട്ടിലേക്ക് പോയി. കുട്ടികളെല്ലാം വീട്ടിൽ പോയി. ആ സംഭവം രാവിലെ നടന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ഈ ലൂസി ബാഗുമായിട്ട് പള്ളിമുറിയിലേക്ക് ചെല്ലുകയും ഈ ന്യൂസ് പെട്ടെന്ന് പുറത്തേക്ക് ആവുകയും ചെയ്തത്. ഇതിനെ സംബന്ധിച്ച് മറ്റ് ചില വാർത്തകളൊക്കെ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. അത് ലൂസിയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള തരത്തിലാണ്. അതായത് ലൂസി ഒറ്റയ്ക്കല്ല എന്നും വേറെ ഒരു പുരുഷൻ്റെ സഹായത്തോടെയാണ് കൊന്നതെന്നും
ജോസഫ് സാർ ഉറങ്ങിക്കിടക്കുമ്പോൾ ലൂസി ചെരിവത്തടിക്ക് തലയ്ക്കടിച്ചു എന്നും താഴെ ഭാഗത്തുനിന്ന് ആരോ പാടിക്ക് ഇയാളുടെ നടുവിന് കുത്തിയെന്നും അപ്പോൾ രണ്ട് സ്ഥലത്തു നിന്ന് ഒരേ സമയത്ത് ആക്രമണം നടന്നുകൊണ്ടാണ് ആരോഗ്യവാനായിരുന്ന ജോസഫ് സാറിനെ പ്രതികരിക്കാൻ പറ്റാതെ പെട്ടെന്ന് മരണപ്പെട്ടതെന്നും ലൂസിക്ക് അന്യപുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയാണ് അക്കാലത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ അകാരണമായിട്ട് മർദ്ദിച്ചുകൊണ്ട് സഹി കെട്ടിട്ടാണ് താൻ ഇത് ചെയ്തതെന്നാണ് ലൂസി പോലീസിന് കൊടുത്ത മൊഴി. എന്തായാലും ലൂസി ദീർഘകാലം ജയിലിൽ കിടന്നു. പിന്നീട് ലൂസി പുറത്തിറങ്ങി എന്നും പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചിട്ടില്ല. കാരണം ലൂസി ഒരിക്കലും ജയിൽ മോചിതയായില്ല എന്നും പറയുന്നുണ്ട്. അവർ ദീർഘകാല ജയിൽവാസത്തിന് ശേഷം ഒരു പാതി മാനസിക വിഭ്രാന്തിയോടെ പുറത്തിറങ്ങിയെന്നും തെരുവിൽ ഭിക്ഷ യാചിച്ച് പിൽക്കാലത്ത് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നും വാർത്തകളുണ്ട്. അപ്പോൾ ഈ ലൂസിയുടെ കൊലപാതകം ഇത്ര വലിയ ചർച്ചയാകുന്നത് ഇല്ലെങ്കിൽ സൈനയുടെ ജോളിയുടെ കൂടെ കൊലപാതകത്തോടു കൂടിയാണ്. കാരണം രണ്ടുപേരും ഇടുക്കി സ്വദേശിനികളാണ്. അത്യാവശ്യം പെരുമയുള്ള കുടുംബാംഗങ്ങളായ രണ്ട് സ്ത്രീകൾ, രണ്ട് കുടുംബിനികൾ. ഇവർ എന്തിനാണ് ഇത്തരത്തിലുള്ള അതും സ്വന്തം കുടുംബാംഗങ്ങളെ തന്നെ ഇങ്ങനെ കൊന്നു കളയേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനയുടെ ജോളിക്ക് പറയേണ്ട കഥകളല്ല ലൂസിക്ക് പറയേണ്ടതെങ്കിലും സൈനയുടെ ജോളിയും ഒരു പരിധി വരെ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ അമ്മായിമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ ജോലിക്ക് പോകണം ഇങ്ങനെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില മാനസികമായ ഒറ്റപ്പെടുത്തലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ സൈനയുടെ ജോലിക്കും തൻ്റെ കുടുംബത്തിൽ നേരിടേണ്ടി വന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇവരുടെയൊക്കെ ചെറുപ്പകാലത്തെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മറ്റൊരാളെ കൊന്നു എന്നുള്ള അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൊന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ആളുകളൊക്കെ അമ്പരപ്പോടെ തന്നെയാണ് സൈനയുടെ ജോലി അങ്ങനെ ചെയ്തോ, ജോലി അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന നല്ലൊരു സ്ത്രീ. ഇതേ രീതിയിൽ തന്നെയാണ് ഈ ലൂസി കൊലപാതകം നടത്തിയെന്ന് പറയുമ്പോഴും ആളുകൾ ഞെട്ടലോടെയാണ് ചിന്തിച്ചത്. അതും 5 പേരെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അതെങ്ങനെ കൊന്നു? അതെ നമ്മൾ മനസ്സിലാക്കണം. സഹനത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എത്ര നല്ല മനുഷ്യരുടെയും മനസ്സിൽ ചിലപ്പോഴൊക്കെ പിശാശ് വന്നു കയറും. പിശാശ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ഈ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ ചിലര് മരണത്തിൽ അഭയം പ്രാപിക്കും, മറ്റു ചിലർ ഇവരെ കൊന്നിട്ട് മരിക്കണമെന്ന് തീരുമാനിക്കും, ചിലർ ഇവരെ കൊന്നിട്ട് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും സ്ത്രീകൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയും ആണുങ്ങൾ കൊലപാതകം ചെയ്താലും പോട്ടെ സാരമില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിന് മുന്നേ ഈ സ്ത്രീകൾക്ക് കുടുംബത്ത് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചില്ല എങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ആൺപെൺ ഭേദമില്ലാതെ സ്ത്രീകളും കുറ്റവാളികളായിട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രവണത വർദ്ധിച്ചു വരികയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.